ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ നമ്മുടെ സമൂഹത്തിന്റെ വിവിധ കോണുകളിലുണ്ട്. നിങ്ങൾക്കറിയുമോ, നമ്മുടെ സമൂഹത്തിൽ അവർ ഇക്കണ്ട കാലഘട്ടമൊക്കെ അനുഭവിച്ച പ്രതിസന്ധികൾ എത്ര ഭീകരമായിരുന്നുവെന്ന്? അതെ, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു കൂട്ടം ആൾക്കാരാണവർ. എവിടെയും, അതെ, സമൂഹത്തിന്റെ മുഖ്യധാരകളിൽ എവിടെയും അവർക്ക് പ്രവേശനമുണ്ടായിട്ടില്ല. ഇപ്പോൾ അവിടെയും ഇവിടെയുമൊക്കെ ഈ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി അവരവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. ഈ പോരാട്ടത്തിനിടയിൽ കഠിനമായ വില കൊടുത്ത് തന്നെയാണ് മാനസികമായും ശാരീരികമായും നിരന്തരം ആക്രമിക്കപ്പെടുകയും ടോർച്ചർ ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടാണ് ആ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കൂട്ടം ആൾക്കാർ അവരുടെ വ്യക്തിത്വം ഇന്നതാണ് എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ തയ്യാറാകുന്നത്. അങ്ങനെയുള്ളൊരു സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ജാൻമണിയെ ബിഗ് ബോസിലേക്ക് ഏഷ്യാനെറ്റ് കയറ്റിയിരിക്കുന്നത്. അത് ഒന്നാമത് എല്ലാവരും മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും. ബിഗ് ബോസിനുള്ളിൽ മറ്റൊരു സ്ത്രീയോടും രതീഷ് ഇടപെടാത്ത രീതിയിലാണ് ജാൻമണിയോട് വന്നു കയറിയ സമയം മുതൽ ഇടപെടുന്നത്. എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും കയറി കൊട്ടാൻ പറ്റിയ ഒരു ചെണ്ടയാണ് ഇവർ എന്നൊരു ചിന്താഗതി. അത് നടക്കില്ല രതീഷെ. വന്ന സമയം മുതൽ നിങ്ങൾ ആ പാവത്തെ വെച്ചുകൊണ്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, നിങ്ങളെ അംഗീകരിക്കുന്നു, നിങ്ങൾ ഒരു നല്ല കോണ്ടന്റ് ക്രിയേറ്റർ തന്നെയാണ്. പക്ഷെ അതിനുവേണ്ടി ഏത് തരം താഴ്ന്ന പണിയും കാണിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളെ ആ പെൺകുട്ടി ഒന്ന് കെട്ടിപ്പിടിച്ചു, നിങ്ങളോട് ഐ ലവ് യു എന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ പറയുകയാണ്. അവരെ നിങ്ങൾ ശരിക്കും സമൂഹത്തിന്റെ മുമ്പിൽ ആരായിട്ടാണ് ചിത്രീകരിച്ചത്? നിങ്ങൾ പരസ്യമായി സമൂഹത്തോട് വിളിച്ചു പറഞ്ഞില്ലെങ്കിലും ജാൻമണി എന്നെ കാണുന്നത് വേറൊരു കണ്ണിലൂടെയാണ്. വെട്ടിത്തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്നോട് പച്ചയായിട്ടുള്ള കാമമാണ് എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചതല്ലേ? അല്ലെന്ന് പറയാൻ കഴിയുമോ? നിങ്ങളിവിടെ പറയുന്നത് നിങ്ങൾക്കൊരു കുടുംബമുണ്ട്, നിങ്ങളുടെ വീട്ടിലിരുന്ന് ആരാണ്ടൊക്കെ ഇത് കാണുന്നുണ്ട് എന്നൊക്കെയാണ്. നിങ്ങളുടെ വീട്ടിൽ അപ്പൻ, അമ്മ, നിങ്ങളുടെ ഭാര്യ, കുഞ്ഞുങ്ങൾ ഒക്കെ ഇത് കാണുന്നുണ്ട്. പക്ഷേ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായിട്ടും ജാൻമണിയുടെ പ്രതികരണത്തിൽ കൂടി, പ്രകടനത്തിൽ കൂടി അവരെന്താണ് ചെയ്തതെന്ന്. സത്യം പറയാൻ ജാൻമണിയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു സ്ത്രീ ആയിരുന്നു നിങ്ങളോട് ഇങ്ങനെ പെരുമാറിയതെങ്കിൽ നിങ്ങൾ ഇത്രയും ഇഷ്യൂ ആക്കത്തില്ല എന്നുള്ളതും അരിയാഹാരം കഴിക്കുന്ന ഏതാൾക്കും മനസ്സിലാക്കുവാൻ കഴിയും. പിന്നെ രതീഷ് ഭായി ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ബിഗ് ബോസ് ആണ്. ഇവിടെ ആൺപെൺ വ്യത്യാസമില്ലാത്ത ഒരു സ്ഥലമാണ്. ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സമൂഹമാണ് ഇതിന്റെ പിൻപിൽ നിലനിൽക്കുന്നത് എന്നോർക്കണം. ഇവിടെ ഒരാൾ മറ്റൊരാളിനെ ഹഗ് ചെയ്തത് കൊണ്ടോ ഐ ലവ് യു എന്ന് പറഞ്ഞതുകൊണ്ടോ അങ്ങനെ അങ്ങ് ആകാശം ഇടിഞ്ഞു വീഴും എന്നുള്ള ചിന്താഗതിക്കാരനാണ് താനെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ താങ്കൾ ഒരിക്കലും ഇതിനകത്ത് വരുത്തില്ലായിരുന്നു. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും മുൻപും ബിഗ് ബോസിനകത്ത് അരങ്ങേറിയിട്ടുള്ളതാണ്. അത് മനസ്സിലാക്കിയിട്ടില്ലേ? ഇതെല്ലാം കണ്ടു പഠിച്ചിട്ട് ഇതിനകത്ത് വന്നിട്ട് എൻ്റെ ഭാര്യയുടെ പേരെടുത്ത് പറഞ്ഞു, എന്നെ കെട്ടിപ്പിടിച്ചു, എന്നോട് ഐ ലവ് യു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മൂലയ്ക്ക് മാറിയിരുന്നുകൊണ്ട് കരയുമ്പോൾ നിങ്ങളുടെ കുടുംബം തകരും എന്നൊക്കെ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ അത് കള്ളത്തരമാണെന്ന് മാത്രമേ പറയുവാൻ കഴിയുള്ളൂ. കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി ഏത് നെറികെട്ട രീതിയും സ്വീകരിക്കാം എന്നൊരു ചിന്താഗതി ഉണ്ടാകരുത്. ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്കറിയാം ഇതിനകത്ത് ഇതും ഇതിനപ്പുറവും സംഭവിക്കും എന്നുള്ളതൊക്കെ. ഇതിനെ ഈ കാലഘട്ടത്തിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി പൊക്കിപ്പിടിച്ച് അതിന് നാനാർത്ഥങ്ങൾ ഉണ്ടാക്കി സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന താങ്കളോട് കഷ്ടം എന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. എന്തായാലും കണ്ടെടുത്തോളം ഒരു കാര്യം പറയാം, ജാൻമണി എന്ന് പറയുന്ന ആ പെൺകുട്ടി നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അവർക്കൊരു പ്യൂർ ഹാർട്ട് ഉണ്ടെന്ന് അവരുടെ സംസാരത്തിൽ നിന്നും അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. അവരും ബിഗ് ബോസിനുള്ളിൽ കളിക്കുവാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അവർക്കും ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ട്. അതൊക്കെ വരുന്ന ദിവസങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. നെഗറ്റീവാണ് അവർ കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ നെഗറ്റിവിറ്റിയെ പൊക്കിയെടുക്കുകയും അതിനെ ചൂണ്ടിക്കാണിക്കുകയും വിമർശിക്കുകയും ചെയ്യും. എന്നാൽ അനാവശ്യമായ കാര്യത്തിന്, പ്രത്യേകിച്ച് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ അതിനകത്ത് ഒതുക്കുവാനും അവരെ മോശക്കാരിയായി ചിത്രീകരിക്കുവാനുമാണ് താങ്കൾ ശ്രമിക്കുന്നതെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുവാനും അവരെ പ്രൊട്ടക്ട് ചെയ്യുവാനും ഞങ്ങളെപ്പോലെ ചിലരുണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടി ഇപ്പോൾ നൽകുകയാണ്. പ്രേക്ഷകരായ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അത് യോജിക്കുന്നുണ്ടെങ്കിലും വിയോജിക്കുന്നുണ്ടെങ്കിലും രേഖപ്പെടുത്താം. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.